അപ്പൊ എങ്ങനെയാ ഒരു വീഡിയോ ആണോ അല്ലേ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പാർവതി. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്താണ്, നമ്മുടെ ഡിസംബർ ഇങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വർഷത്തിന്റെ ലാസ്റ്റ് മന്താണ് ഡിസംബർ. സോ ഡിസംബർ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് റെഡ് വൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് ഓർമ്മ വരുന്നത്. അപ്പൊ ഞാൻ കുട്ടി ഒരു ബാക്കിൽ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഞാൻ കുട്ടി ഒന്നുമില്ല ഒരു ഇത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ചെറിയൊരു സംഭവമാണ് വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഡിസംബറിന്റെ തുടക്കം ആയതുകൊണ്ട് തന്നെ ഞാൻ റെഡ് ആൻഡ് വൈറ്റ് ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊരു കുട്ടി ഒരു ചിറ്റ് വീഡിയോ പോലത്തെ വീഡിയോ ആണ്. നമുക്ക് എന്തായാലും എപ്പോഴും വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ ഡിസംബർ മന്ത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ക്രിസ്മസ് തീമായിട്ട് നമുക്ക് ക്രിസ്മസിന്റെ ഒരു കുട്ടി ചിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്രിസ്മസ് കോമ്പിനേഷൻ, എന്തായാലും ബാക്കിൽ ഗ്രീൻ വൈറ്റ് ഉണ്ട്, പിന്നെ റെഡും വൈറ്റും ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 2024 ഇവിടെ തീർന്നിട്ടുണ്ട്. പിന്നെ അതിനെപ്പറ്റി ഒന്നും ഞാൻ അധികം പറയുന്നില്ല, ബിക്കോസ് നമ്മളെല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ എനിക്ക് പൊതുവെ എല്ലാത്തിനേക്കാളും ക്രിസ്മസ് ആണ് കൂടുതൽ ഇഷ്ടം. അത് വേറൊന്നുമല്ല, ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഈ കളേഴ്സിന്റെ ഒരു തോന്നും. വൈറ്റ്, റെഡ്, ഗ്രീൻ ഒക്കെ നമ്മളിങ്ങനെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് എനിക്ക് കുറച്ചും കൂടി ഭയങ്കര താല്പര്യം. ബിക്കോസ് ഓണം ആകുമ്പോൾ എപ്പോഴും നമ്മൾ ഈ സെറ്റിന്റെ ഒരു ഇതല്ല, പക്ഷെ ഇത് നമുക്ക് വെറൈറ്റി കളേഴ്സ്, നമുക്കിങ്ങനെ ഈ കളർ കോമ്പിനേഷൻസ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് നല്ല ഇതാണല്ലോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ്. പിന്നെ ക്രിസ്മസിൽ ആക്ച്വലി എത്ര പേർക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ആക്ച്വലി ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് മിക്കവാറും ആരൊക്കെ കളിയാക്കുമെന്ന് അറിയില്ല. നമുക്ക് ക്രിസ്മസ് പപ്പ ആണല്ലോ മെയിനായിട്ട്, സാന്താക്ലോസ് ആണല്ലോ നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാല്. എനിക്ക് ആക്ച്വലി ഇപ്പോഴും സാന്താക്ലോസിനെ പേടിയാണ്. എനിക്കത് അറിയാം അത് മനുഷ്യനാണ്, ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ. പക്ഷെ എന്നെ പണ്ട് ഇത് പേടിപ്പിച്ചിട്ടുണ്ട് അപ്പൂപ്പന്റെ വീട്ടിൽ വെച്ചിട്ട്. അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയാണെന്നേ. ആ ഒരു ഇത് കാണുമ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു വെപ്രാളോ. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻജോയ് ചെയ്യാനും കരോളൊക്കെ കാണാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അടുത്ത് വരുമ്പോഴത്തേക്ക് എന്താ പോലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഷേക്കാനൊന്നും കൊടുക്കാനായിട്ട്, പിന്നെ ഒരു ദിവസം എന്നെ ഇങ്ങനെ പേടി മാറ്റാനായിട്ട് എന്നെ പിടിച്ച് അമ്മ ആരൊക്കെയോ ചേർന്ന് പിടിച്ചിങ്ങനെ ഷേക്കാനൊക്കെ കൊടുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാ. ഇവരെന്നെ വരുന്നവരെ നമ്മൾ പേടിയാന്ന് പറയുമ്പോൾ ഒന്നും കൂടി നമ്മൾ പേടിപ്പിക്കാൻ നോക്കും. അങ്ങനെയാണ്. പിന്നെ ക്രിസ്മസിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് പൊതുവേ എനിക്ക് ക്രിസ്മസിനോട് ഇഷ്ടം. ഈ ക്രിസ്മസ് സെലിബ്രേഷൻസ് വരും, കരോള് വരും, പള്ളിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഭയങ്കര എല്ലാവരും കൂടെ ചേർന്നുള്ള. ഞാൻ അപ്പൂപ്പന്റെ വീട് കൊല്ലത്ത് മുണ്ടക്കല്ല, അവിടെ തില്ലേരിക്ക് അകത്തോട്ട് കയറുന്നിടത്താ. അപ്പൊ ഈ തില്ലേരി എല്ലാവർക്കും അറിയായിരിക്കല്ലോ, കൊല്ലത്തുള്ളവർക്ക് ഭയങ്കര ഫേമസ് ആയിരിക്കും. അവിടെ ഭയങ്കര ആഘോഷമാണ് ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാല്. അപ്പൊ 23-ാം തീയതി ക്രിസ്മസിന്റെ 2 ദിവസം, ഡിസംബർ 23-ാം തീയതി ആ ഫുൾ പള്ളിയിലെ ആൾക്കാർ ഫുൾ ആ റോഡിലുണ്ടാവും. എന്നിട്ട് ക്രിസ്മസ് പപ്പയുടെ നമ്മുടെ പള്ളിയിൽ അച്ഛനൊക്കെ വരും, എല്ലാ വീടുകളിലും കയറും കേട്ടോ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞ സീസൺ. പിന്നെ എനിക്ക് സാന്താക്ലോസ് ഭയങ്കര ഇഷ്ടം പേടിയാണെങ്കിൽ. അപ്പം ആ ഒരു ക്രിസ്മസ് തീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു വേറെ അങ്ങനെ ആഘോഷം എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഞാൻ സാധാരണ വീട്ടിൽ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് സ്റ്റാർ ഇടും നമ്മള്. അപ്പം ഞാൻ സ്റ്റാർ ഇട്ടേക്കുന്നതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. സ്റ്റാർ ഇട്ടേക്കുന്നത് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാര്യം സ്റ്റാർ ഇനി ഇടത്തതേ ഉള്ളെന്നാ തോന്നുന്നു. അച്ഛൻ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അച്ഛനാണ് എപ്പോഴും സ്റ്റാർ ഇടുന്നത്. അപ്പൊ അച്ഛൻ ഉണ്ടായിരുന്നില്ല 2 ദിവസം. അപ്പൊ അതുകൊണ്ട് പിന്നെ എന്താ പറയാ, ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ക്രിസ്മസിന്റെ ഒരു വീഡിയോ ചെയ്യാന്ന്. അപ്പോൾ ഇനി ക്രിസ്മസിന് അങ്ങോട്ട് നമുക്ക് കോളേജിന്റെ സെലിബ്രേഷൻസ് ഉണ്ട്. പിന്നെ കുട്ടി കാര്യങ്ങളായിട്ട് കാണാം. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടാവുന്നതാണ്. ഇതാണ് എൻ്റെ ഒരു ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഡിസംബർ ഇസ് ഫുൾ ഓഫ് ബോട്ട് റെഡ്, വൈറ്റ്, ഗ്രീൻ കളേഴ്സിന്റെ ഒക്കെയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഈ ഒരു ഡിസംബറോടുകൂടി നമ്മുടെ അടുത്തൊരു നെക്സ്റ്റ് ഇയർ എന്താണെന്നുള്ളത് പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും അല്ലേ. അപ്പോൾ നമുക്കിനി വരുന്ന വീഡിയോസിൽ കാണാം, ഓരോരോ കുട്ടി വീഡിയോസ് ആയിട്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് പ്രത്യേകിച്ച് നല്ല കുട്ടി ചിറ്റ് വീഡിയോ ആണ്, ഒരു ഹലോ ഡിസംബർ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.